കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിഗ്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് തൊട്ട് മുൻപിലുള്ള നമ്മുടെ ഓണപരീക്ഷയാണ് അല്ലെ. സോ നിങ്ങളെ ഓണം എക്സാമിനും അതുപോലെ തന്നെ നിങ്ങളുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം LSS എക്സാമിനും അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചാപ്റ്റർ ആണ് ഹൗ മെനി നമ്പേഴ്സ്, എത്ര സംഖ്യകൾ. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മാത്സിന് അല്ലെ. ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വിട്ടുപോയ അല്ലെങ്കിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ആളുകൾ നമുക്ക് എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1000 റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സിനെ വായിക്കാൻ നല്ല അടിപൊളിയായിട്ട് അറിയാം. എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കി ഇതെന്താ വായിക്കുക? 9875. സോ ഇതിൽ എത്ര 1000 ഉണ്ട്? ഇതില് 9000 ഉണ്ട്. ശരിയല്ലേ? 9000 ഉണ്ട്. എത്ര 100 ഉണ്ട്? എത്ര 100 ഉണ്ടാവും? 800. 8 നൂറുകൾ ഉണ്ടായിരിക്കും. പിന്നെയോ എത്ര 10കൾ ഉണ്ടായിരിക്കും? എത്ര 10 ഉണ്ടായിരിക്കും? 7 അല്ലേ? 75 ആണ് അടുത്ത നമ്പർ. അപ്പൊ 7 10s ഉണ്ടായിരിക്കും. 7 10കൾ ഉണ്ടായിരിക്കും. എത്ര ഒന്നുകൾ ഉണ്ടായിരിക്കും? 5 ഒന്നുകൾ ഉണ്ടായിരിക്കും. 5 ones. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 9875നെ ഇങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റി. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സും കൂടെ ചെയ്ത് നോക്കിയാലോ? എന്താ വരിക? 6307. അപ്പൊ ശരിക്കും നോക്കുവാണെങ്കിൽ അവിടെ എത്ര ആയിരങ്ങളുണ്ട്? എത്ര 1000 ഉണ്ട്? 6 ആയിരങ്ങളുണ്ട്. സോ 6000. ദെൻ അങ്ങോട്ടേക്ക് ഹൺഡ്രഡ്സ് ചോദിച്ചിട്ടില്ല നമ്മളോട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എത്ര 10കൾ ഉണ്ട് എന്നാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര 10കൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 10ൽ ഒരു 0 അല്ലേ ഉള്ളൂ. സോ ഒരു നമ്പർ ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പർ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇപ്പൊ ഇവിടെ എത്ര 10കൾ ഉണ്ട്? 30 10കൾ ഉണ്ട്. 30 10കൾ. ഓക്കെ, 30 10കൾ എന്ന് പറഞ്ഞാല് 300. ഓക്കെ ആണോ? 30 10കൾ 300. ബാക്കി എത്ര ഒന്നുകൾ ഉണ്ടായിരിക്കും? 7 ഒന്നുകൾ ഉണ്ടായിരിക്കും. 7 ഒന്നുകൾ. സോ നോക്കുക, 6 ആയിരവും 30 10ഉം 7 ഒന്നും ചേർന്ന് കഴിഞ്ഞാലാണ് നമ്മള് 6307 എന്ന് വായിക്കുന്നത്. റെഡി? ഇനി അടുത്ത നമ്പർ നോക്കിക്കേ. 4218. സോ ഇത് ആദ്യം ചോദിച്ചത് എത്ര നൂറുകൾ ഉണ്ട് എന്നാ. അപ്പൊ അവിടെ 1000 നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 4218ൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 100ലെ 2 0 അല്ലേ. സോ ഈ 2 നമ്പേഴ്സുകൾ ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുക. എത്രയാ? 42 നൂറുകളുണ്ട്. ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി എന്താ ചോദിച്ചത്? എത്ര ഒന്നുണ്ട്? അപ്പൊ ബാക്കിയുള്ള നമ്പർ നോക്കുക. നിങ്ങൾ എത്രയാ? 18 ഒന്നുകളുണ്ട്. 18 ഒന്നുകൾ. 42 നൂറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 4200. അതിന്റെ കൂടെ ഒരു 18ഉം കൂടെ ജോയിൻ ചെയ്താല് 4218 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ സിമ്പിൾ ആയിട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്ത നോക്കാം. അടുത്ത നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത ആളുകളെ തന്നിട്ടുണ്ട്. അതിന്റെ നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ നമ്മള് നമ്പേഴ്സിന് എഴുതാൻ പോവാണേ. ഫസ്റ്റ് ഉള്ള ആളാരാണ്? 5000, 6 നൂറുകൾ, 0 10കൾ, പിന്നെയോ 8 ഒന്നുകൾ. 5600. ദെൻ 10 ഉണ്ടോ? ഇല്ല. 10 ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് 0 ആണ് അല്ലെ. പിന്നെ എത്ര ഒന്നുകളാണുള്ളത്? 8 ഒന്നുകൾ. സോ നമ്മുടെ നമ്പർ എന്താണ്? 5608 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത നമ്പർ എത്രയാ? 8 ആയിരങ്ങൾ. 8000 എന്ന് പറഞ്ഞാൽ 8000. 12 tens എന്ന് പറഞ്ഞാൽ എത്രയാ? 12 tens. 120 വരണം. അതിന്റെ കൂടെ എത്ര 0? 0 എത്ര 0 എന്നല്ല, എത്ര ഒന്നുകൾ? 0 ഒന്നുകൾ. അപ്പൊ അവിടെ ഇല്ല, ഒന്നിന്റെ സ്ഥാനത്ത് ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 8120 എന്ന് പറയാം. 8120. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി അടുത്തത് 16 നൂറുകൾ. 1600s. 1600 എന്ന് പറഞ്ഞാല് എത്രയാ? 1600 ആണ്. ഓക്കെ, അതിന്റെ കൂടെ 25 ഒന്നുകളും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ നമ്പർ ആരായിട്ട് മാറി? 1625. 1625 എന്നായിട്ട് മാറി. സോ ഇതുപോലെ നമ്പേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞു ഹോംവർക്ക് ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഇതാണ് നമ്മളെ ഒരു ചെറിയ ഹോംവർക്ക്, ചിന്ന ഹോംവർക്ക്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിന് ആൻസേഴ്സ് എന്താണ് വരിക എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ എന്തായാലും A B C D ഈ രീതിയിൽ പറഞ്ഞാൽ മതി.
ഓപ്ഷൻസുകൾ താഴെ കൊടുത്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ചാപ്റ്റേഴ്സുകളൊക്കെ നേരത്തെ പഠിച്ചു വെക്കുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ചിലൂടെ. സോ സൈലത്തിന്റെ പ്രാണ ബാച്ചിൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും, ഓണപരീക്ഷയ്ക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും കംപ്ലീറ്റ് ആവാറായി. അപ്പൊ ആരെങ്കിലും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഓർ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പൊ ഞാനിത് വന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കൂളിൽ നിന്ന് എക്സാം എഴുതാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ഫുൾ മാർക്കും കിട്ടും. അപ്പൊ മക്കൾ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനും അറിയിക്കുക. ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മളെ ബാച്ചിന് വരുന്നുള്ളൂ, അതും 1 വർഷത്തേക്കാണ് കേട്ടോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കുക. അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ നോക്കിയത് 3ാമത്തെ ചാപ്റ്റർ ആണല്ലേ. ഈ 3ാമത്തെ ചാപ്റ്റർ ലൈവ് തൊട്ടടുത്ത ദിവസം നമുക്ക് ആ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എല്ലാ ഫ്രണ്ട്സിനും നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കുക. ദെൻ ലൈവ് മിസ് ചെയ്യാതെ നമ്മളെ 3ാമത്തെ ചാപ്റ്റർ കാണുക. അപ്പൊ എല്ലാവരുടെയും ആൻസർ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസത്തില് ഞാൻ പോവാണ്. അടുത്തൊരു ലൈവില് ഇനിയും മീറ്റ് ചെയ്യണം. അതുവരെ ബൈ ബൈ, സീ യു.